ഈ നാലാമത്തെ ചാപ്റ്ററിന് നമ്മുടെ SCRT എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ശ്രദ്ധിക്കുക, ഒരു കാന്തിക മണ്ഡലം തന്നിട്ടുണ്ട്. ആ കാന്തിക മണ്ഡലത്തിൽ ഒരു ചാലകം വെച്ചിട്ടുണ്ട്, അതിന്റെ ഒരു വൈദ്യുതിയും കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്, ഈ ചാലകം എങ്ങോട്ടാണ് ചലിക്കുക? അഥവാ ഈ കണ്ടക്ടറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാണ്, മുകളിലേക്കാണോ താഴത്തേക്കാണോ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെ ഇതിന് നിങ്ങളെ സഹായിച്ച നിയമം ഇത്. ഇവിടെ ആദ്യം ശ്രദ്ധിക്കുക, ഈ ചാലകത്തിന്റെ ചലനദിശയാണ് കണ്ടെത്തുന്നത്. അപ്പൊ ചാലകത്തിന്റെ ചലനദിശ അല്ലെങ്കിൽ മോഷൻ ഓഫ് ദി കണ്ടക്ടർ ഐഡന്റിഫൈ ചെയ്യാനുള്ള നിയമം ഏതാണെന്ന് വെച്ചാല് ഫ്ലമ്മിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഓക്കെ അല്ലെ? അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇങ്ങനെ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാല് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോർത്ത് സൗത്ത് പോളുകൾ ഇവിടെ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇവിടെ നോർത്ത് പറഞ്ഞിട്ടുണ്ട്, സൗത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോസിറ്റീവിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നതാണ്. എന്നിട്ട് ഈ കണ്ടക്ടർ ഇങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് പോകുക പോസിറ്റീവിന് നെഗറ്റീവിലേക്ക്. അപ്പൊ ഇവിടെ രണ്ട് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് കാന്തിക മണ്ഡലത്തിന്റെ ഡയറക്ഷനും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ നിൽക്കുന്നത്, ഇത് രണ്ടും റെഡി ആക്കി കഴിഞ്ഞാൽ ഈ തമ്പ് എവിടേക്കാണോ നിൽക്കുന്നത് ആ ഭാഗത്തേക്കാരും കണ്ടക്ടർ മൂവ് ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മള് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ നോർത്ത് ടു സൗത്ത് ആദ്യം റെഡിയാക്കുക എന്നുള്ളതാണ്. അത് നോർത്ത് ടു സൗത്ത് റെഡിയാക്കി വെക്കുക. ക്ലിയർ? ഇനി അതേപോലെ തന്നെ ഈ കണ്ടക്ടറിൽ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ കറണ്ട് പാസ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലേക്കാണ്. ഇത് ശരിക്കും ഒരു ഇങ്ങനെയാണ്. ഇപ്പൊ പോർഷൻ നമുക്ക് ഇങ്ങനെ ആക്കാം. അപ്പൊ ഈ തമ്പ് വിട്ടുകൊടുക്കുക. ഈ തമ്പ് വിടുമ്പോൾ ഈ തമ്പ് എവിടേക്കാണ് നിൽക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും കണ്ടക്ടർ മൂവ് ചെയ്യുക. ഈ ചിത്രം ജസ്റ്റ് ഇത് ഇങ്ങോട്ടായതുകൊണ്ട് ഇതാ ഈ തമ്പ് മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്. കണ്ടോ? നോർത്തിന് സൗത്തിലേക്ക് പിടിക്കുക, കറണ്ടിന്റെ ഡയറക്ഷനിലേക്ക് പിടിക്കുക. അപ്പൊ തമ്പ് മൂവ് ചെയ്യുന്നത് മുകളിലേക്കാണ്, അപ്വാർഡ് ഡയറക്ഷൻ ആണ്. ഈ അപ്വാർഡ് ഡയറക്ഷൻ ആണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അത് ഫ്ലമ്മിങ്ങിന്റെ ഇടത് കൈ നിയമം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നുകൂടി ഡീപ്പായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തിരിക്കാം. ഇതിന്റെ ഡയറക്ഷന് ഓപ്പോസിറ്റ് ആക്കണം. ഇപ്പൊ ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്നത് അപ്വാർഡ് ഡയറക്ഷൻ മുകളിലേക്കാണ്. ഇനി ഇത് താഴേക്കാക്കണം. അഥവാ ഏത് ഇപ്പോഴുള്ള ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആക്കാൻ എന്ത് ചെയ്യാമെന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇതാണ്, ഒന്നില്ലെങ്കിൽ നോർത്തും സൗത്തും മാറ്റുക. ഇതിൽ നോർത്തും സൗത്തും മാറ്റി കഴിഞ്ഞാൽ മുകളിലേക്ക് എന്നുള്ളത് താഴേക്കാവും. അല്ലെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുക, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ മാറ്റുക. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നില്ലെങ്കിൽ നോർത്തും സൗത്തും മാറ്റിയാൽ ഇത് ഡൗൺവേർഡ് ആകും. അല്ലാന്നുണ്ടെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റി കഴിഞ്ഞാല് ഇത് താഴേക്കാവും. രണ്ടും ഒരുമിച്ച് മാറ്റിക്കഴിഞ്ഞാല് ഒന്നും സംഭവിക്കില്ല. ആദ്യം എവിടേക്കാണ് മൂവ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യാം. ശ്രദ്ധിക്കുക, അപ്വാർഡ് എന്നുള്ളത് ഡൗൺവേർഡിലേക്ക് ആക്കാൻ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഒന്നില്ലെങ്കിൽ നോർത്തും സൗത്തും മാറ്റുക, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് മാറ്റുക. ഓക്കെ, ഇത് രണ്ടും ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ചോദിക്കുക എക്സാമിന് നോർത്ത് പോളും സൗത്ത് പോളും ചേഞ്ച് ചെയ്തു, കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കും. അപ്പൊ ഒന്നും സംഭവിക്കില്ല. രണ്ടും ഒരുമിച്ച് മാറ്റി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. എഴുതി വെക്കുക കേട്ടോ.